അടിപൊളിയായിരുന്നു. നമുക്ക് നമ്മുടെ ചേട്ടനും ചേച്ചിമാർ ചോദിക്കാം. ആരുന്ന് തുടങ്ങണം? വിവേകേട്ടൻ. മോൻ്റെ പാട്ട് വേണമെന്ന് ആഗ്രഹിച്ചു വിവേകേട്ടനായതുകൊണ്ടാണോ? ഓക്കെ, വിവേകേട്ടാ. വളരെ മനോഹരമായിട്ട് പാടി, വളരെ വളരെ നന്നായിട്ട് പാടി. കാരണം എനിക്ക് ഫീൽ ചെയ്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ പാട്ട് തുടങ്ങി അവസാനിക്കുന്ന വരെ എനിക്ക് ഭയങ്കര ഗൂസ് ബംസ് ആയിരുന്നു. എനിക്ക് ഫീൽ ചെയ്ത് ഞാൻ മറ്റേ അമ്മാവെ വണങ്ങാതെ പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ തൊഴുത് പാടുന്ന പോലത്തെ ഒരു ഫീൽ. അത് ശരിക്കും അർത്ഥമൊക്കെ കറക്റ്റ് മനസ്സിലാക്കി തന്നെയാണ് പാടിയത്. ആണോ? കുറച്ചൊക്കെ മനസ്സിലായി. ആ പാട്ടിൻ്റെ ഫീലോട് കൂടി തന്നെ പാടി ശരിക്കും അതൊരു എന്താ പറയുക, മോൻ്റെ അമ്മയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്ത് തന്നെ അതുപോലെ തന്നെയായി അത് പാട്ട്. മാത്രമല്ല എനിക്ക് ഏറ്റവും പഴയ കാലങ്ങളിലുള്ള ഓർമ്മയിലോട്ടൊക്കെ പോയതുപോലെ തോന്നി. ഞാനും ഈ മോൻ്റെ പ്രായം എനിക്ക് പെട്ടെന്ന് എനിക്ക് പറയാനായിട്ടുള്ളൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മോൻ്റെ പ്രായ സമയം ഞാൻ ക്രിക്കറ്റ് കളിക്കുന്ന ആളാണ്. ഞാൻ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കൊരു ഇഞ്ചുറി വന്ന് ഞാനൊരു 2-2.5 മാസം ബെഡ് റെസ്റ്റ് ആയിരുന്നു. ആ സമയത്ത് നമ്മളെ വിട്ട് മാറാതെ നമ്മളെ കൂടെ ഇരുന്ന്, കാരണം നമുക്ക് അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം എല്ലാത്തിനും നമ്മളെ കൂടെ ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നത് അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ചോറ് അപ്പം കഴിക്കുന്നൊരു കുഴപ്പമില്ല, പക്ഷെ എങ്കിൽ പോലും നമുക്ക് ചോറും ആഹാരമൊക്കെ വാരിത്തന്ന് നമ്മുടെ കൂടെ ഇരുന്ന് എന്താ പറയുക, നമ്മൾ ബാത്റൂമിൽ പോകണമെങ്കിൽ പോലും നമ്മളെ കൂടെ വന്ന് നിന്ന് അങ്ങനെ ഒരാളെന്ന് പറഞ്ഞാൽ ശരിക്കും ആ പാട്ടിലുള്ള വാക്കിലുണ്ട്. അത് ശരിക്കും അമ്മയല്ലാതെ വേറെ ആർക്കും പറ്റില്ല അങ്ങനെ ഒരു. അതുപോലെ മോൻ പറഞ്ഞ പോലെ മോൻ്റെ ഡെഡിക്കേഷൻ മോൻ്റെ അമ്മയ്ക്ക് മാത്രമല്ല ഈ ലോകത്തുള്ള എല്ലാ അമ്മമാർക്കും ആയിക്കോട്ടെ. അതുപോലെ ഞാൻ എൻ്റെ അമ്മ ഈ സമയത്ത് ഞാൻ ഓർക്കുവാണ്. വളരെ സന്തോഷമുണ്ട് ഈ ഒരു പാട്ട് ഈ അവസരത്തിൽ പാടിയതും ഈ ഒരു പാട്ടിനെ പാടിയതും. എൻ്റെ ഭയങ്കര ഫേവറേറ്റ് സോങ് ആണത്. ശരിക്കും ഭയങ്കരമായിട്ട് എന്നെ വേറെ ഏതോ ലെവലിലേക്ക് കൊണ്ടുപോയിട്ടോ. അത് വളരെ നന്നായിട്ട് പാടി. സൗഭാഗ്യ ചേച്ചി എന്താ പറയണ്ടേ, ഒത്തിരി ഇഷ്ടപ്പെട്ടു മോനെ. ദാസേട്ടൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പാടുന്നതിൽ ഭയങ്കരമായൊരു സമാധാനമുണ്ട് പാടുമ്പോൾ. ആ ഒരു ക്വാളിറ്റി മോൻ അതേപോലെ മെയിൻറ്റെയിൻ ചെയ്തു. ത്രൂ ഔട്ട് ഭയങ്കര പീസ്ഫുള്ളായിട്ട് പാടി മോൻ. ഒത്തിരി ഇഷ്ടപ്പെട്ടു. ആ ഒരു ഫീൽ ശരിക്കും മോൻ കൺവേ ചെയ്തു. നമുക്ക് എല്ലാവർക്കും നമ്മളുടെ ഏറ്റവും പ്രഷ്യസ് മൊമെൻറ്റ്സ് ഒക്കെ ഓർത്തെടുക്കാൻ പറ്റി. കീപ്പ് ഇറ്റ് അപ്പ് അഭിനന്ദ്, വെരി ഗുഡ്. എല്ലാ ടൈമും അഭിനന്ദ് വന്നിട്ട് ഇങ്ങനെ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫീലിംഗ് നമ്മൾ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്തിട്ടാണ് ഈ സ്റ്റേജ് വിട്ട് പോകുന്നത്. സോ കണ്ടിന്യൂ ദാറ്റ് വർക്ക്. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. അമ്മു, ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. ഞങ്ങളെല്ലാവരും ഒരേപോലെ എൻജോയ് ചെയ്തു. അഭിനന്ദ് ഓരോ പ്രാവശ്യം വരുമ്പോഴും ഓരോരോ നല്ല നല്ല സോങ്സ് എടുത്തിട്ടാണ് വരിക. നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. വിവേകേട്ടനും ചേച്ചിയും പറഞ്ഞ പോലെ തന്നെ നമ്മളെല്ലാവരും സ്വന്തം അമ്മേനെ ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു ത്രൂ ഔട്ട് ദ സോങ്. താങ്ക് യു സോ മച്ച്. ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു. ഇനിയുള്ള റൗണ്ട്സിൽ ഇതേപോലെ നല്ല സോങ്സ് ആയിട്ട് വരാം. ഓൾ ദി വെരി ബെസ്റ്റ്. അതുപോലെ ഭയങ്കര നല്ല മനസ്സുള്ള ആളാട്ടോ നമ്മുടെ അഭിനന്ദ്. അത് ഞാൻ ഇന്നലെ അറിഞ്ഞേ. അതെങ്ങനെ മനസ്സിലായി? അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അഭിനന്ദിന്റെ അമ്മ പറയും. മോനിങ്ങനെ പിന്നെ പ്രോഗ്രാമിലൊക്കെ കലോത്സവത്തിലൊക്കെ ഫസ്റ്റ് കിട്ടിയ മോനത് സന്തോഷമൊന്നും അങ്ങനെ പ്രകടിപ്പിക്കില്ല. വേറെ കുട്ടികളുടെ മുന്നിൽ നിന്ന് എൻ്റെ അടുത്ത് വന്നാൽ എനിക്ക് ഫസ്റ്റാന്നൊക്കെ പറയണം അവനൊരു വിഷമമാണ്. അപ്പോൾ എന്താ ചോദിച്ചാൽ പറയുമെന്ന് മറ്റേ കുട്ടികൾക്ക് വിഷമാവും. അവർക്ക് ഫസ്റ്റ് കിട്ടാത്തതുകൊണ്ട് അവരെ മുന്നിലേക്ക് ഇങ്ങനെ പൊക്കി പറയാൻ പറ്റില്ല. ആ ഒരു വലിയ മനസ്സിന് ചെറിയ പ്രായത്തിൽ ഇത്രയും വലിയ മനസ്സെന്ന് പറഞ്ഞ ഒരു കുട്ടിയുടെ ബിഹേവിയറിൽ എന്തുണ്ടെങ്കിലും പോസിറ്റീവ് ഓർ നെഗറ്റീവ് അവരുടെ പേരൻസിൻ്റെ ഇൻഫ്ലുവൻസ് തന്നെയാണത്. സോ അഭിനന്ദൻ ഇത്രയും നല്ലൊരു ആറ്റിറ്റ്യൂഡ്, ലേശം പോലും ഒരു തലഖനമില്ല, അത്രയും ഒരു പൊളൈറ്റ് ആൻഡ് ഹംബിൾ നേച്ചർ വരണമെങ്കിൽ ഡെഫിനറ്റ്ലി മോൻ്റെ പേരൻസിനെ തന്നെയാണ് അത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്. യു ബോത്ത് ഹാവ് ഡൺ എ വെരി ഗ്രേറ്റ് ജോബ്. ഇങ്ങനെ വേണം കുട്ടികളെ വളർത്താൻ എന്ന് വേണം ഈ അവസരത്തിൽ പറയാൻ. ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഹാറ്റ്സ് ഓഫ് അഭിനന്ദൻ. ഇന്നൊരു കാര്യമുണ്ട്. എൻ്റെ വീട്ടിലെ എല്ലാവർക്കും, പിന്നെ എൻ്റെ സ്കൂളിലെ എല്ലാ ടീച്ചേഴ്സിനും, എല്ലാ ഫ്രണ്ട്സിനും, പിന്നെ എനിക്ക് പാട്ട് പഠിപ്പിച്ച് തന്ന എല്ലാ ടീച്ചേഴ്സിനും ഒരു ഹായ് കൊടുക്കണം. എല്ലാവർക്കും വലിയൊരു ഹായ്. താങ്ക് യു സോ മച്ച്. ഇനി അടുത്ത എപ്പിസോഡിലും അടുത്ത റൗണ്ടിലും ഇതിലും ഗംഭീര പെർഫോമൻസ് ആയിട്ട് വരാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. സൂപ്പർ. വാട്ട് ആൻ ആറ്റിറ്റ്യൂഡ്. അത് എനിക്ക് ഒത്തിരി ഇഷ്ടം. ഞാൻ തെറ്റിദ്ധരിച്ചു. സൂപ്പർ. ഇങ്ങനെ സ്മാർട്ട് ആയിട്ട് എനിക്ക് വയ്യ. അഭിനന്ദ് അങ്ങ് ആള് മാറി ലെവലായി പോയി. ഞാനല്ല ഇതിനെ പഠിപ്പിച്ച് സംസാരിക്കാൻ, എന്നിട്ട് ഇവൻ എന്നെ തന്നെ. അഭിനന്ദൻ കിടിലം. കലക്കി. സന്തോഷമായി. നന്നായിട്ടുണ്ട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.